ഫ്രണ്ട്സ്, ഈ സമ്പത്ത് ധാരാളമായി ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഈ ഭൂരിഭാഗം ആൾക്കാർക്കും അതിന് കഴിയുന്നില്ല താനും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സിന്റെ ഒരു രീതി അനുസരിച്ച് ഈ ആവർത്തിച്ചുള്ള ചിന്തകളെയും അനുഭവങ്ങളെയും അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. സമ്പത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾക്ക് എത്രമാത്രം സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു അളവുണ്ട്. അത് ഇത്ര മാത്രമേ എനിക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു ബിലീഫ് സിസ്റ്റം നിങ്ങൾക്കുണ്ട്. എങ്ങനെയാണ് ഈ ബിലീഫ് സിസ്റ്റം നമ്മളിൽ വളർന്നു വന്നിട്ടുള്ളത്? നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, സമ്പത്തിനെ കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങൾ, കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബിലീഫ് സിസ്റ്റം നമ്മളിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ പേരൻസിനോട് നമ്മൾ ചോദിക്കുകയാണ്, എനിക്കൊരു ബുക്ക് വാങ്ങിത്തരണം, അല്ലെങ്കിൽ ഒരു പേന വാങ്ങിത്തരണം, അല്ലെങ്കിൽ ഒരു ടൂറിന് പോകാൻ എന്നെ വിടണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നിരന്തരം കേട്ടിട്ടുള്ള വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മളൊന്നും പണക്കാരല്ല, ദരിദ്രരാണ്, പൈസ ഇപ്പോൾ എടുക്കാനില്ല, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അവരുടെ അത്രയും ഒന്നും പൈസ നമുക്ക് എടുക്കാനില്ല. ഇതായിരിക്കും നമ്മൾ നിരന്തരം കേട്ടിട്ടുള്ളത്. ഇതൊരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ കേട്ടാൽ കുഴപ്പമില്ല. നിരന്തരം നമ്മൾ ഈ ഒരു അനുഭവത്തിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല്ലായ്മയുടേതായിട്ടുള്ളൊരു ബിലീഫ് സിസ്റ്റം ആയിരിക്കാം നമ്മുടെ ഉള്ളിൽ സേവ് ചെയ്യപ്പെടുന്നത്. ഇതൊരിക്കലും പേരൻസ് കള്ളം പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല. അവർ സത്യസന്ധമായ കാര്യമാണ്, റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ബ്രെയിനിന്റെ ഒരു രീതി അനുസരിച്ച് എന്താണ്, ഇതിനെ ഒരു ബിലീഫ് സിസ്റ്റമായിട്ട് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ബ്രെയിനിന്റെ സ്വഭാവം അനുസരിച്ച് ഈ ആവർത്തിച്ച് വരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിന് അത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആവർത്തിച്ച് വരുന്ന ചിന്തകളും അല്ലെങ്കിൽ ആവർത്തിച്ചുണ്ടാകുന്ന അനുഭവങ്ങളും അത് നമ്മുടെ ഉള്ളിൽ ഒരു ന്യൂറൽ പാത്വേ കൂടുതൽ ശക്തമാക്കി മാറ്റുന്നു. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് ആണ്. അതായത് ഇപ്പോൾ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഭയത്തോടു കൂടി അല്ലെങ്കിൽ ദുഃഖത്തോടു കൂടി നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അത് വളരെ വേഗം നമ്മുടെ ബ്രെയിൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സമ്പത്തിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, സമ്പത്ത് അധികം ഉണ്ടാക്കിക്കൂടാ, സമ്പത്ത് അധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ വഴിതെറ്റി പോകും, അല്ലെങ്കിൽ പണം പാപമാണ് എന്നുള്ള രീതിയിൽ ഭയത്തോടു കൂടി നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ ഈ പണവുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ നമ്മൾ നടത്താൻ തയ്യാറാകുമ്പോൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ ബിലീഫ് സിസ്റ്റം ഒക്കെ നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ഉണരാൻ തുടങ്ങും. അപ്പോൾ അതിനകത്ത് നിന്നുള്ള തീരുമാനങ്ങൾ മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊരു മോചനം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിൽ നിന്ന് മാറുവാൻ കഴിയും. സമ്പത്ത് ധാരാളം നമുക്ക് നേടിയെടുക്കുവാനും കഴിയും. അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇല്ലായ്മയെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇല്ലായ്മയെ മാത്രമായിരിക്കും നമുക്ക് ചുറ്റും കാണാൻ കഴിയുക. മറ്റുള്ളവരുടെ പരാതികൾ, പരിഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ പരാതികൾ, പരിഭവങ്ങൾ, പണത്തിൻ്റെ ഇല്ലായ്മ, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും നമ്മൾ എപ്പോഴും കാണുകയും കേൾക്കുകയും നമ്മൾ തന്നെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ അറ്റൻഷൻ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ള സാമ്പത്തികമായ ചിന്തകളെ നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുക. പണം നമ്മുടെ ചുറ്റും എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള പണം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ ചിന്തകൾ അങ്ങോട്ട് വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ അറ്റൻഷൻ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ബിലീഫ് സിസ്റ്റമായിട്ട് നമ്മുടെ ഉള്ളിൽ സേവ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. കാരണം നമ്മൾ എവിടെയാണോ നമ്മുടെ അറ്റൻഷൻ കൊടുക്കുന്നത് അത് കൂടുതലായി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു കൃത്യമായൊരു ഉദാഹരണമാണ്, ഇപ്പോൾ നിങ്ങളിവിടെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ബാക്ക് പോകുമ്പോൾ ഒന്നുകിൽ എൻ്റെ വീഡിയോ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കാം നിങ്ങൾ കൂടുതൽ കാണുന്നത്. ഇനി അതല്ല, ഒരു 2-3 കോമഡി ക്ലിപ്പ് നിങ്ങൾ കണ്ടു നോക്കിക്കേ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലിപ്സുകൾ ഇങ്ങനെ മുകളിലോട്ട് വരാൻ തുടങ്ങും, അല്ലേ? അപ്പോൾ അറ്റൻഷൻ എവിടേക്കാണോ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ അതേ രീതിയിലുള്ള വീഡിയോകൾ തന്നെ കാണേണ്ടി വരുന്നു. കാരണം ഇപ്പോൾ യൂട്യൂബിൻ്റെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ എല്ലാ അൽഗോരിതം ആ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മൈൻഡിൻ്റെ ഒരു അൽഗോരിതവും ഇതേ രീതിയിൽ തന്നെയാണ്. എവിടേക്ക് ഫോക്കസ് ചെയ്യുന്നോ അവിടെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചിന്തകൾ, സാമ്പത്തികമായ ചിന്തകളെ ലിമിറ്റിംഗ് ബിലീഫ്സിൽ നിന്നും ഒരു ഗ്രോത്ത് ബിലീഫ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറ്റുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക മാറ്റത്തിനനുസരിച്ചിട്ടുള്ള ചിന്തകളെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഒരു ദിവസത്തിലെ പല ഇടവേളകളിലായിട്ട് നമ്മുടെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന സാമ്പത്തികമായിട്ടുള്ള ചിന്തകളാണോ
അല്ലെങ്കിൽ ഇല്ലായ്മയുടേതായിട്ടുള്ള ചിന്തകളാണോ എന്ന് നമ്മൾ നോട്ടീസ് ചെയ്യുക. ഇല്ലായ്മയുടേതായിട്ടുള്ള ചിന്തകളാണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ചിന്തകൾ അഫർമേഷൻസിലൂടെയോ മറ്റുമൊക്കെ നമ്മൾ കൊടുക്കുവാനായിട്ട് തയ്യാറാവുക. അങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നതിലൂടെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റം നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ്. പതുക്കെ പതുക്കെ ഇല്ലായ്മയിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള ഒരു ഗ്രോത്തിലേക്ക് നമ്മൾ മാറുമെന്നുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നു മുതൽ തന്നെ സമ്പത്ത് നിങ്ങൾ നേടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് റീപ്ലേസ് ചെയ്യുക. സാമ്പത്തികമായിട്ടുള്ള പുരോഗമനം നേടിയെടുക്കുവാനുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിനുള്ള ആക്ഷൻസ് കൂടി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടുമെന്നുള്ളതാണ്. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്.